ഹലോ സ്റ്റുഡൻസ്, എ വാം വെൽക്കം ടു ആൾ. അടുത്തതായി നമുക്ക് ട്രിഗ്നോമെട്രീൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ് പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ. എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? യെസ്, ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസുകൾ എങ്ങനെ വരികയാണെങ്കിൽ ആംഗിൾസ് 45 വരികയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോസ് പറയാൻ സാധിക്കും. എങ്ങനെയായിരുന്നു? 45 ഓപ്പോസിറ്റ് 1:1:√2 എന്ന റേഷ്യോസിലായിരിക്കും ഇതിന്റെ സൈഡ്സുകൾ ഉണ്ടാകുക എന്നുള്ളത് പഠിച്ചു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ചെയ്തു. അപ്പൊ എല്ലായ്പ്പോഴും ട്രയാങ്കിൾ ഇങ്ങനെ 45 മാത്രമായിട്ടാണോ ആംഗിൾ വരിക? അല്ല. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സൈഡ് തരികയും ഒരു ട്രയാങ്കിൾ അതിന്റെ ആംഗിൾസ് ഒരേ ആംഗിള് 60 ഡിഗ്രിയാണ്. പിന്നെ ഒരു സൈഡും തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ ആണ്. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള വശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? അതിനുവേണ്ടി 3 സെന്റിമീറ്റർ സൈഡ് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ 60. അപ്പം ബാക്കിയുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾസിന്റെ സം എത്രയാണ്? 180 ആണ്. അപ്പൊ 90 + 60 എത്രയാണ്? 150. അപ്പൊ ഇത് എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കുമല്ലോ. അത് കിട്ടി. അതിനുശേഷം ഞാൻ ഇതിന്റെ ബാക്കിയുള്ള വശങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് ചെയ്യാണ്. ഈ ട്രയാങ്കിളിന് ഇതേപോലുള്ള ഒരു ട്രയാങ്കിൾ ഈ ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇതേപോലുള്ള ഒരു ട്രയാങ്കിൾ ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡിൽ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, നോക്കാം. ഇത് 3 സെന്റിമീറ്റർ, ഇവിടെ റൈറ്റ് ആംഗിൾ, ഇത് 60 ഡിഗ്രി, ഇത് എത്രയാണ്? 30 ഡിഗ്രി. ഇതേപോലുള്ള ഒരു ട്രയാങ്കിളിനെ ചേർത്ത് വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ട്രയാങ്കിള് ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് കിട്ടിയല്ലോ. 60 ഡിഗ്രി ഇത് 30 + 30 എന്ന് പറയുന്നത് 60 ഡിഗ്രി. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ആ ട്രയാങ്കിൾ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു സൈഡ് എത്രയാണ്? 3 + 3 6 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ നമുക്കറിയാം ഇതിന്റെ എല്ലാ സൈഡ്സും 6 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് ഏതാ വേണ്ടത്? ട്രയാങ്കിളിന്റെ പേര് കൊടുക്കാം. ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ സൈഡാണ് വേണ്ടത്. ഓക്കെ, ഈ പോയിന്റ് ABC എന്ന ട്രയാങ്കിളിന്റെ സൈഡാണ് വേണ്ടത്. അപ്പൊ അതിന്റെ രണ്ട് സൈഡ് നമുക്ക് കിട്ടി. പക്ഷെ നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. യെസ്, നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്യാലോ. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇതിന്റെ സൈഡ്സ് ബേസും കിട്ടിയിട്ടുണ്ട്, ഹൈപ്പോട്ടനസും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്ത് കിട്ടണം? പെർപെൻഡിക്കുലർ കിട്ടണം. ഓക്കെ, അപ്പോ AC ഈക്വൽ ടു എങ്ങനെ AC കണ്ടുപിടിക്കുക? √ നമുക്കറിയാം പൈതഗോറസ് തിയറം ഉപയോഗിച്ച് പെർപെൻഡിക്കുലർ സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ആണല്ലോ. സോ 6 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ആണല്ലോ. ഇത് A സ്ക്വയർ മൈനസ് B സ്ക്വയർ എന്ന ഫോമിലാണല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? A + B × A - B. ഓക്കെ, അപ്പൊ 6 + 3 × 6 - 3 ആണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു 6 + 3 എത്രയാണ്? 9 × 6 - 3 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 9ന്റെ റൂട്ട് നമുക്കറിയാം 3. ഈ 3ക്ക് റൂട്ടില്ല, സോ അതങ്ങനെ എഴുതും. 3√3 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ ഏതാണ് നമുക്ക് കിട്ടിയത്? AC. ഈ സൈഡ് നമുക്ക് കിട്ടി 3√3 എന്ന് കിട്ടി. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ABC എന്നുള്ള ട്രയാങ്കിളിന്റെ എല്ലാ സൈഡ്സും കിട്ടിയല്ലോ. ഒരു സൈഡ് 3 സെന്റിമീറ്റർ, അതിന്റെ ഹൈപ്പോട്ടനസ് 6 സെന്റിമീറ്റർ, അതേപോലെ അതിന്റെ പെർപെൻഡിക്കുലർ 3√3. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ റേഷ്യോസ് സൈഡ് ആംഗിൾസും സൈഡ്സും തമ്മിലുള്ള റേഷ്യോ എഴുതാം. അപ്പൊ ആദ്യം ആംഗിൾ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ചെറിയ ആംഗിൾ എഴുതുക. 30 60 90 ഇങ്ങനെയാണല്ലോ ആംഗിൾ. 30 60 90.
ഓക്കെ, ഈ ആംഗിളുകൾ ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് 30യും 60യും 90യും എന്ന രീതിയിൽ വരികയാണെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റേഷ്യോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഏതാണോ ഫസ്റ്റ് എടുത്തത്? 30 ആണ് നമ്മൾ ഫസ്റ്റ് എടുത്തത്. അപ്പൊ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് തന്നെ എഴുതണം. ഓക്കെ, 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 1:2. ഇനി 60 ആണ് നെക്സ്റ്റ് എടുത്തത്. അപ്പൊ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 3√3 ആണല്ലോ. 3√3:2. നെക്സ്റ്റ് 90 ആണ്. 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് 6 സെന്റിമീറ്റർ 6 ആയിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും റേഷ്യോസ് പറയുമ്പോൾ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലാണ് പറയുക. ഇവിടെ എല്ലാത്തിലും എന്തുണ്ട്? 30യുടെ 3 ആണ്, 1 അല്ല കേട്ടോ, സോറി 3 ആണല്ലോ. 30യുടെ ഓപ്പോസിറ്റ് സൈഡ് 3 സെന്റിമീറ്റർ ആണല്ലോ. 3:3√3:6 എന്ന് കിട്ടി. അപ്പൊ നമ്മള് ഇതിന്റെ റേഷ്യോസ് പറയുമ്പോൾ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ പറയണം. അതിനുവേണ്ടി ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് 3 ഉണ്ട്. അപ്പൊ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:√3:2 എന്ന അംശബന്ധത്തിൽ കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി ഒരു സൈഡ് 3 സെന്റിമീറ്ററും ഒരു ആംഗിൾ 60യുമായിട്ടുള്ള ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സുകളുടെ അംശബന്ധം ലാസ്റ്റ് എടുത്തപ്പോ ഇങ്ങനെ കിട്ടി. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാ ട്രയാങ്കിളിനും ഏത് സൈഡുള്ള ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിലും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. X സെന്റിമീറ്റർ ആണ് അതിന്റെ ഒരു സൈഡ്, ഒരു ആംഗിൾ 60 ഡിഗ്രി. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് സൈഡ് നമുക്കറിയാം 30 ഡിഗ്രി ആണ്. അതായത് ഒരു ആംഗിൾസിന്റെ എല്ലാ ആംഗിൾസിന്റെയും സം എത്രയാണ്? 180 ഡിഗ്രി ആണെന്ന് അറിയാം. ഈ ആംഗിൾ X സെന്റിമീറ്ററും ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സൈഡ്സ് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ഞാനിവിടെ വേറൊരു ട്രയാങ്കിൾ ഇതേപോലുള്ള ഒരു ട്രയാങ്കിളിനെ യോജിപ്പിച്ച് വെക്കുന്നു. ഇവിടെ 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. ഓക്കെ, ഇത് എന്താകും? ഒരു ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമായി മാറും. അപ്പോൾ ഇവിടെയുള്ള സൈഡും X സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സൈഡ്സ് എത്രയാണ്? 2x ആണ്. x + x 2x ആണ്. അപ്പൊ ഇതിന്റെ എല്ലാ വശവും 2x എന്ന രീതിയിൽ കിട്ടി. പക്ഷെ നമുക്ക് ഇവിടെ ഈ ഒരു ട്രയാങ്കിളിന്റെ ABC എന്ന ട്രയാങ്കിളിന്റെ ഈ ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി രണ്ട് സൈഡും കിട്ടി. ഒരു സൈഡ് AB എന്ന് പറയുന്ന സൈഡ് x ആണ്, BC എന്ന് പറയുന്ന സൈഡ് 2x ആണ്. നമുക്ക് ഈ AC എന്ന് പറയുന്ന സൈഡ് കണ്ടുപിടിക്കണം. സോ നമുക്കറിയാം പൈതഗോറസ് തിയറം ഉപയോഗിച്ച് AC എന്ന് പറയുന്നത് ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? √, അതായത് ഇതിന്റെ ഹൈപ്പോട്ടനിയസ് സ്ക്വയർ. അപ്പൊ 2x ഹോൾ സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ x². റൈറ്റ്? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ a² - b² ഫോമിൽ കിട്ടി. അപ്പൊ നമുക്കറിയാം a² - b² എന്താണ്? a + x. a എന്ന് പറയുന്നത് 2x ആണ്. അപ്പൊ 2x + x into a - x, 2x - x എന്ന ഫോമിൽ ചെയ്തു. അപ്പൊ 2x + x എത്രയാണ്? 3x into 2x - x എന്താണ്? x. റൂട്ട് ഇടാൻ മറക്കരുത്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 3x into x എത്രയാണ്? 3x². √3x². ദാറ്റ് മീൻസ് x² റൂട്ട് നമുക്കറിയാം x ആണ്. x √3. അതായത് ഈ AC എന്ന് പറയുന്ന സൈഡ് നമുക്ക് കിട്ടി x √3 ആണെന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയെങ്കിൽ നേരത്തെ ചെയ്ത പോലെ അതേ മെത്തേഡിൽ നമ്മൾ സൈഡ്സ് എടുക്കുന്നു. ആദ്യം ചെറിയ സൈഡ്സ് എല്ലാം ആംഗിൾ എടുക്കുന്നു. ആദ്യം ചെറിയ ആംഗിൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് 30യും 60യും 90യും. ഇനി ഇതിന്റെ അംശബന്ധം എഴുതാൻ വേണ്ടി നമ്മൾ സൈഡ് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. 30യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് x ഈസ് ടു 60യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് x √3 ഈസ് ടു 90യുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 2x ആണല്ലോ. ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ എപ്പോഴും റേഷ്യോസ് എഴുതുമ്പോൾ അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതണം. അതിനുവേണ്ടി എക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:√3:2.
എല്ലായിടത്തും എക്സ് കോമൺ ആയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എക്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1:√3:2. അപ്പൊ നമുക്ക് ഇത് ഒരു കോമൺ ആയിട്ട് പറയാൻ സാധിക്കും. ഏതൊരു ട്രയാങ്കിളിന്റെയും സൈഡ്സുകൾ ആംഗിൾസുകൾ 30, 60, 90 എന്നീ രൂപത്തിൽ വരികയാണെങ്കിൽ അതിന്റെ സൈഡ്സുകളുടെ അംശബന്ധം 1:√3:2 എന്നുള്ള അംശബന്ധത്തിൽ ആയിരിക്കും. Okay, that means in any triangle of angles 30 degree, 60 degree, 90 degree, then their sides are in the ratio 1:√3:2. Okay. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അംശബന്ധം എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ വരണ്ട. അതായത് ഒരു ട്രയാങ്കിള് അതിന്റെ ആംഗിൾസ് 30, 60, 90 എന്ന ഇതിൽ വരികയാണെങ്കിൽ ആംഗിൾസിൽ വരികയാണെങ്കിൽ അതിന്റെ സൈഡ്സ് 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നമ്മൾ 1 എടുക്കുക, 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് √3, എന്നിട്ട് 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 എന്ന അംശബന്ധം എഴുതും. ഇനി ഇവിടെ നിങ്ങൾക്ക് തരികയാണ്, അതായത് ഈ ABC എന്നുള്ള ഒരു ട്രയാങ്കിൾ എന്ന് വിചാരിച്ചോ. ഇവിടെ നിങ്ങൾക്കൊരു 5 സെന്റിമീറ്റർ എന്ന് തന്നെന്ന് വിചാരിച്ചോ 1. അങ്ങനെയെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടനിയസ് എപ്പോഴും അതിന്റെ ഇരട്ടിയായിരിക്കും. 5 ആണെങ്കിൽ ഇവിടെ 10 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. ഇനി അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇതിന്റെ √3 മടങ്ങായിരിക്കും. അപ്പൊ 5√3 ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഇതിന്റെ മീനിങ്. ഇവിടെ ഏതാണോ നമ്പർ വരുന്നത് അതിന്റെ ഇരട്ടി ആയിരിക്കും അതിന്റെ ഹൈപ്പോട്ടനസ്. അതേപോലെ ഇവിടെയുള്ള നമ്പറിന്റെ √3 ടൈം ആയിരിക്കും അതിന്റെ പെർപെൻഡിക്കുലർ. ഓക്കെ. ഇനി ഇവിടെ ഒരു 8 സെന്റിമീറ്റർ വരികയാണെങ്കിൽ അതിന്റെ ഹൈപ്പോട്ടനസ് എത്രയായിരിക്കും? ഇരട്ടി 16 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. അതേപോലെ ഇതിന്റെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ ഉള്ളതിന്റെ √3 ടൈം, ദാറ്റ് മീൻസ് 8√3. സിമ്പിൾ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഹൂസ് സൈഡ് ഈസ് 4 സെന്റിമീറ്റർ. ഒരു 4 സെന്റിമീറ്റർ വശമുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു സൈഡ് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഒരു കാര്യം മാത്രമേ തന്നിട്ടുള്ളൂ. ട്രയാങ്കിൾ ഇക്വിലേറ്ററിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇക്വിലേറ്ററലിന്റെ മീനിങ് എന്താണ്? എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോ എല്ലാ ആംഗിൾസും 60 ആയിരിക്കും. ആണല്ലോ? ഓക്കെ. പക്ഷെ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് BH ആണല്ലോ. ഓക്കെ. നമുക്കിവിടെ ബേസ് അറിയാം, ഹൈറ്റ് അറിയില്ല. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പെർപെൻഡിക്കുലർ വരക്കുകയാണ്. പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഓക്കെ. ഇവിടെയുള്ള ആംഗിൾ 90 ആണെങ്കിൽ ഇത് 60 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾസ് 30, 60, 90 എന്നുള്ള അംശബന്ധത്തിൽ എന്നുള്ള രീതിയിൽ വരികയാണെങ്കിൽ അതിന്റെ സൈഡ്സുകൾ തമ്മിലുള്ള റേഷ്യോസ് എങ്ങനെയായിരിക്കും? 1:√3:2 ആയിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പോ ഇവിടെ നമുക്ക് 4 സെന്റിമീറ്റർ, ഇതും 4 സെന്റിമീറ്റർ ആണല്ലോ, ഇതും 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഈ സൈഡ് ഇതിന്റെ ഹൈപ്പോട്ടിനിയസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ട്രയാങ്കിളിന് മാത്രം ABC എന്ന് പേര് കൊടുക്കുന്നു. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുക്കുന്നു. നമുക്ക് BC എന്നുള്ള സൈഡ്, അതായത് അതിന്റെ ഹൈപ്പോട്ടിനിയസ് അറിയാം 4 സെന്റിമീറ്റർ ആണെന്ന്, ബാക്കിയുള്ളത് അറിയില്ല. ഓക്കെ. അപ്പൊ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 4 സെന്റിമീറ്റർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എഴുതാം. ഇവിടെ നമുക്ക് 4 കിട്ടിയിട്ടുണ്ട്. ഇവിടെയുള്ള അംശബന്ധം അറിയില്ല. അപ്പൊ നമുക്കറിയാം ഇവിടെ 4 സെന്റിമീറ്റർ ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് 4 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ 30ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എന്തായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും. അതായത് ഇവിടെ ഉള്ളതിന്റെ ഇരട്ടി ആയിരിക്കുമല്ലോ 90യുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്. 1:√3:2. ഇവിടെ വരുന്നത് 2 ആണ്. അപ്പൊ ഇവിടെ ഉള്ളതിന്റെ ഇരട്ടിയാണ് ഇവിടെ ഉള്ളത് 4 എന്ന് വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ 4ന്റെ പകുതി ആയിരിക്കുമല്ലോ ഈ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്. ഓക്കെ. അപ്പൊ നമുക്ക് എഴുതാം ഇവിടെ 2 സെന്റിമീറ്റർ. ഓക്കെ. എങ്ങനെയാ കിട്ടിയത്? ഇവിടെ ഏതാണോ ഹൈപ്പോട്ടിനിയസില് ഏത് നമ്പർ വരികയാണെങ്കിൽ അതിന്റെ പകുതി ആയിരിക്കും അതിന്റെ ബേസ് എന്നത് നാം പഠിച്ചതാണ്. അതിന്റെ റേഷ്യോസ് 1:√3:2. ഈ രണ്ട് റേഷ്യോസ് എടുക്കുമ്പോൾ ഇവിടെ 2 ആണെങ്കിൽ വരുന്നത് അതിന്റെ പകുതിയായിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് ഇവിടെ 2 സെന്റിമീറ്റർ എടുത്തത്. ഓക്കെ. ഇനി ഇവിടെ ഉള്ളത് എത്രയായിരിക്കും?
ഇവിടെയുള്ള നമ്പറിന്റെ √3 ടൈം ആയിരിക്കുമല്ലോ. ദാറ്റ് മീൻസ് 2√3. അപ്പൊ എല്ലാ സൈഡും നമുക്ക് കിട്ടി. ഇവിടെയുള്ള സൈഡ് എത്രയാണ്? 2√3. നമുക്ക് ആ പെർപെൻഡിക്കുലറിന്റെ മെഷർമെന്റ് മാത്രമേ വേണ്ടൂ. അത് 2√3 എന്ന് കിട്ടി. ഓക്കെ. സോ ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 2 സെന്റിമീറ്റർ. നോ, 4 സെന്റിമീറ്റർ ആണല്ലോ ബേസ്. 4 ഇൻറ്റു h എന്ന് പറയുന്നത് 2√3. ഓക്കെ. ഇവിടെ ബേസ് എന്ന് പറയുന്നത് ഈ 4 സെന്റിമീറ്റർ തന്നെ എടുക്കണം. ഓക്കെ. ഇത് ഈ 2 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഈ ABC എന്ന റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ ബേസ് ആണ്. നമുക്ക് ഈ ട്രയാംഗിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ബേസ് ആയിട്ട് ഈ വലിയ 4 സെന്റിമീറ്റർ തന്നെ എടുക്കണം. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 4 ഇൻറ്റു 2√3. അപ്പൊ നമുക്ക് ഈ 2ഉം ഈ 2ഉം കട്ട് ചെയ്യാം. അപ്പൊ എന്തെഴുതാം? 4√3 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ഈക്വൽ ടു എന്താണ്? 4√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. മനസ്സിലായല്ലോ? സിമ്പിൾ ആണ്. ഇനി എങ്ങനെ നമുക്ക് ഒരു വശം കണ്ടുപിടിക്കാനായിട്ട് തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. ഇതേപോലെ ഏരിയ കണ്ടുപിടിക്കാനൊക്കെ വരാം. അപ്പം നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അതിന്റെ പെർപെൻഡിക്കുലർ എന്നുള്ള സൈഡ് മസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ രീതിയിലും ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. ഓക്കെ.